സംരക്ഷണ സമിതി എന്ന പേരിൽ പുതിയൊരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. എല്ലാ തരത്തിൽ പുതിയ കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഈ സമസ്ത ലീഗ് പ്രശ്നം പിന്നെയും വഷളാവുകയാണോ, അതിന് സമവായ സാധ്യതകളുണ്ട്? അല്ല, സമസ്തയുടേതായിട്ടുള്ള കമ്മിറ്റികൾ രൂപീകരിക്കുന്നതിന് എന്താ കുഴപ്പം? സമസ്തയല്ല, ലീഗിനെ പിന്തുണക്കുന്നു എന്നാണ് പറയുന്നത്. ലീഗിനെ പിന്തുണക്കുന്ന വിഭാഗം MC മായിനാജിയാണ് ആ കമ്മിറ്റിയിൽ അന്ന് യോഗത്തിലൊക്കെ പങ്കെടുത്തിരുന്നത്. അദ്ദേഹം ലീഗിൻ്റെ ഭാരവാഹി കൂടിയല്ലേ? അല്ല, അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ അവരുടെ ഇടയിൽ നേതൃത്വപരമായി ഉള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സാദിഖ് അലി ശിഹാബ് തങ്ങളും ജിഫ്രി മുത്തുക്കോയ തങ്ങളും ഒക്കെ അത് സംസാരിക്കുന്നുണ്ട്. അതിലാരും വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് സുഗമമായി മുന്നോട്ട് പോകും. ഈ പിളർപ്പില്ലല്ലോ സമസ്തയിൽ. ആരാ സമസ്തയിൽ പിളർപ്പുണ്ടെന്ന് പറഞ്ഞത്? അതല്ല, സമസ്തയിൽ പിളർപ്പില്ല, ഒന്നുമില്ല. അത് നമുക്ക് CPM ഇതിലൊന്നുമല്ലല്ലോ. എല്ലാ സ്ഥലത്തും ഭിന്നിപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയല്ലേ. CPM മൊത്തത്തിൽ ഇവിടെ ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. അവർക്ക് സംസ്ഥാനം മാത്രമല്ല, ഈ രാജ്യത്ത് നല്ല രീതിയിൽ പോകുന്ന ഒന്നിനോടും അവർക്ക് താല്പര്യമില്ല. ഞങ്ങൾ മാത്രം മതി എന്ന് പറയുന്ന, എന്നാൽ അവരുണ്ടോ? അവരും ആ ചിഹ്നഭിന്നമായിക്കൊണ്ടിരിക്കുക. CPMന്റെ ആളുകൾ ഉണ്ട് എന്ന് പറയാൻ പറ്റും. KM ഷാജിയൊക്കെ നിരന്തരം പറയുന്നത് CPMന്റെ കുറച്ച് ആളുകൾ സമസ്തയ്ക്കുള്ളിൽ ഉണ്ട് എന്ന് തന്നെയാണ്. അല്ല, ഞാൻ ആ സമസ്തയുടെ വിഷയം ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ രണ്ട് നേതൃത്വവും സാദിഖ് അലി തങ്ങളും ജിഫ്രി മുത്തുക്കോയ തങ്ങളും പങ്കെടുത്ത ഒരു പരിപാടിയിൽ രണ്ടുപേരും പറഞ്ഞു ഞങ്ങൾ തമ്മിൽ അകറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ പിന്നെ അതിനെക്കുറിച്ചുള്ള കൂടുതൽ ചർച്ചകളിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നില്ല. ഈ മുനമ്പം വിഷയത്തിൽ ഈ പ്രതിപക്ഷ നേതാവ് തുടർച്ചയായി പറഞ്ഞിട്ടുണ്ട് അത് വഖഫ്-ഭൂമിയല്ല എന്നൊരു നിലപാട് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. മുസ്ലിം സംഘടനകളൊക്കെ ഇപ്പോൾ അതിനെതിരെ രംഗത്ത് വന്നത് വഖഫ്-ഭൂമിയാണ്, പ്രതിപക്ഷ നേതാവ് തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നൊക്കെ പറയുന്നത്. യഥാർത്ഥത്തിൽ അത് എന്താണ്? അല്ല, ഏതായാലും മുനമ്പവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം എന്താണ് ആ വിഷയം എന്ന് പറയേണ്ടത് ഗവൺമെൻറ്റാണ്. അപ്പോൾ ഗവൺമെൻറ് ആ കാര്യത്തിൽ ഒരു മൗനം വെടിഞ്ഞ് എത്രയും പെട്ടെന്ന് ആ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള എല്ലാ ചർച്ചകളും അവസാനിക്കും. അല്ല, അവരതിൻ്റെ മുകളിൽ തീരുമാനം വരട്ടെ, അതിനുശേഷം നമുക്ക് ആലോചിക്കാം. ഞങ്ങൾ മുസ്ലിം സംഘടനകൾ ഒരുമിച്ചിരുന്നെടുത്തൊരു തീരുമാനമുണ്ടല്ലോ, അതിനപ്പുറം എനിക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. അല്ല, ഞങ്ങളുടെ മുസ്ലിം ലീഗ് എടുത്ത നിലപാടാണല്ലോ അതിൽ പറയാൻ പറ്റുക. മുസ്ലിം ലീഗിൻ്റെ നേതാവ് ആയ സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവിടെ ചെന്ന് അവരുമായി പോലും ചർച്ച ചെയ്ത് അതൊരു സമവായത്തിലെത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഞാനത് കയറി സംസാരിച്ചിട്ട് ആ വിഷയം, മുനമ്പം എന്ന് പറയുന്ന വിഷയം ഇനി വഷളാക്കാനോ അതിനെപ്പറ്റി സംസാരിച്ച് അതിൽ കൂടുതൽ ഒരു സംശയത്തിൻ്റെ നിഴലിൽ ഈ രണ്ട് സമൂഹങ്ങളെ നിർത്താനോ ഞാൻ തയ്യാറല്ല. അത് UDF ചർച്ച ചെയ്യുമല്ലോ. അല്ല, അത് UDF ചർച്ച ചെയ്യും, കുഴപ്പമില്ല, പേടിക്കണ്ട. ഇപ്പോൾ അതുവരെ ഈ പറഞ്ഞ പോലെ പല അഭിപ്രായങ്ങൾ വന്നുകൊണ്ടിരിക്കും. അല്ല, ആ ചർച്ച വന്നിട്ടില്ല, UDFൻ്റെ ചർച്ച കഴിഞ്ഞിട്ടില്ലല്ലോ. അത് നിങ്ങൾ എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ, ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പറയാത്തൊരു കാര്യത്തിൽ എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. അത് നിങ്ങൾ പ്രതിപക്ഷ നേതാവിനോടും ആണല്ലോ ചോദിക്കേണ്ടത്. അതല്ലാതെ എന്നോട് ഈ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. UDF എന്ന് പറയുന്ന കാര്യം UDF ഇരുന്നാലോചിച്ച് പറയും. അതുപോലെ തന്നെ മുസ്ലിം സംഘടനകൾ ഒരുമിച്ചിരുന്ന് പറയേണ്ട കാര്യം പറഞ്ഞിട്ടുണ്ട്. മുസ്ലിം ലീഗ് ഇതിലെടുക്കേണ്ട നിലപാട് എന്താണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ സാദിഖ് അലി ശിഹാബ് തങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സമവായ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇതിലുള്ള ഞങ്ങൾക്കുള്ള ഒരു അഭ്യർത്ഥന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് സമുദായങ്ങൾ തമ്മിൽ സ്പർദ്ധയുണ്ടാകുന്ന യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്.
കാരണം ഇവിടെ വളരെ സൗഹൃദത്തിൽ കഴിയുന്ന അന്തരീക്ഷത്തിൽ കഴിയുന്ന സമുദായങ്ങൾ തമ്മിൽ അകന്നു പോകുന്ന യാതൊന്നും ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ചൊന്നും പ്രതികരിക്കുന്നത്. പ്രതിപക്ഷ നേതാവിന്റെ നിലപാട് ലീഗിന് അല്ല, ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഞാൻ യുഡിഎഫിന്റെ നിലപാടെന്തെന്ന് പറയുന്നത് അല്ലെങ്കിൽ അല്ല യു ഡി എഫ് ചർച്ച ചെയ്യണമല്ലോ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സുപ്രഭാതം പത്രത്തിൽ വന്ന പരസ്യം ഇതിൽ ഗുരുതര വീഴ്ചയാണെന്ന് കണ്ടെത്തുകയും ജീവനക്കാർക്ക് സുപ്രഭാത പത്രത്തിൽ വാർത്തയും ഒരു തെറ്റിദ്ധരിച്ച് മുന്നോട്ട് പോകുന്ന ഭാഗമാണ് സമസ്തയിൽ കൂടി ആ തെറ്റിദ്ധരിക്കൽ വരികയാണ്. അത് സംസ്ഥാന ഞാൻ സുപ്രഭാതം ബോർഡിലില്ല. ഞാൻ ചന്ദ്രികയുടെ ബോർഡ് മെമ്പറാണ്. ആക്ഷേപം ഉണ്ടായിരുന്നത് സുപ്രഭാതത്തിൽ. അതല്ല ഞാൻ പറയുന്നത്, ആ സുപ്രഭാതത്തിൽ അങ്ങനെ ഒരു അബദ്ധം വന്നു എന്ന് അവർക്ക് തോന്നുകയും അവർ തിരുത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നല്ല കാര്യമാണ്. അപ്പോൾ അത് അവരാണ് ആലോചിക്കേണ്ടത്, അവരാണ് തീരുമാനിക്കേണ്ടത്. സമസ്തയിലെ പല കാര്യങ്ങളിലും ലീഗിന് അഭിപ്രായമുണ്ട്. ഉമർ ഫൈസി മുക്കത്തെ മാറ്റണം എന്നൊരു ആവശ്യവുമായിട്ടാണ്. അതൊന്നും ഞാനിവിടെ ഒരു സമസ്തയുടെ കാര്യത്തിലോ സമസ്തയും മുസ്ലിം ലീഗുമായുള്ള കാര്യത്തിലോ അതുമായി ബന്ധപ്പെട്ട വിഷയത്തിലോ എന്തെങ്കിലും അഭിപ്രായം പറയാനുള്ള ഒരു മാൻഡേറ്റ് എനിക്കില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എനിക്ക്